الله أكبر الله أكبر الله أكبر لا إله إلا الله. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا من سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة. بسم الله الرحمن الرحيم. عن أبي هريرة عبد الرحمن بن الصخر رضي الله عنه قال: سمعت رسول الله صلى الله عليه وسلم يقول: ما نهيتكم عنه فاجتنبوه، وما أمرتكم به فأتوا منه ما استطعتم، فإنما أهلك الذين من قبلكم كثرة مسائلهم واختلافهم على أنبيائهم. رواه البخاري ومسلم. സഹോദരന്മാരെ, അർബഈൻ നബവിയിലെ 9ാമത്തെ ഹദീസാണ് നാം ഇന്ന് മനസ്സിലാക്കുന്നത്. അൻ അബീ ഹുറൈറ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറയുന്നു: സമഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടു. മാ നഹൈതുക്കും അൻഹു, നിങ്ങളോട് ഞാൻ വിരോധിച്ചത്, ഫജ്തനിബൂഹു, നിങ്ങളത് വർജിക്കുക, അകറ്റുക. വമാ അമർത്തുക്കും ബിഹി, നിങ്ങളോട് ഞാൻ കൽപ്പിച്ചത്, ഫഅ്തു മിൻഹു, ആ കൽപ്പിച്ചവ നിങ്ങൾ കൊണ്ടുവരിക, ചെയ്യുക. മസ്തതഅ്തും, നിങ്ങൾക്ക് സാധ്യമാവുന്ന അത്ര. ഫഇന്നമാ അഹ്ലകല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ള സമൂഹങ്ങളെ നശിപ്പിച്ചിട്ടുള്ളത് കസ്റത്തു മസായിലിഹിം, ചോദ്യങ്ങളുടെ ആധിക്യവും, വഖ്തിലാഫുഹും അലാ അംബിയായിഹിം, പ്രവാചകന്മാർക്കെതിരെ അവർ ഭിന്നിച്ചതുമാണ്. വളരെ സുപ്രധാനമായ ചില ഉപദേശങ്ങളും ചരിത്രപാഠങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഹദീസാണ് ഇത്. ഈ ഹദീസ് നിവേദനം ചെയ്തത് ബുഖാരിയും മുസ്ലിമുമാണ്, അഥവാ മുത്തഫഖ് അലൈഹിയായ ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്. പ്രമുഖനായ ആ സ്വഹാബിയുടെ പേര് അബ്ദുറഹ്മാൻ ബിൻ സഖർ എന്നാണ്. മിക്ക ആളുകൾക്കും അദ്ദേഹത്തിൻ്റെ നാമം അറിയില്ല. കാരണം അദ്ദേഹം അറിയപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ഓമനപ്പേര് കൊണ്ടാണ്. ചില സ്വഹാബികളിൽ അങ്ങനെയുള്ള ആളുകൾ നമുക്ക് കാണാം, വളരെ പ്രസിദ്ധരായിരിക്കും, പക്ഷെ അവരെ നാമം ആർക്കും അറിയണമെന്നില്ല. നമ്മുടെ സമൂഹത്തിലും അങ്ങനെ ഉണ്ടാകാറുണ്ട്. ചില ആളുകൾ വിളിക്കപ്പെടുന്ന പേര് കൊണ്ടേ ആളുകൾക്കറിയുള്ളൂ, അവരുടെ യഥാർത്ഥ പേര് എന്ത് എന്നുള്ളത് പലപ്പോഴും അറിയണമെന്നില്ല. ഇദ്ദേഹത്തിന് ഒരു പൂച്ചക്കുട്ടിയോട് കാണിച്ചിരുന്ന അത്യധികമായ വാത്സല്യമാണ് അബൂ ഹുറൈറ എന്ന നാമകരണം വരാനുള്ള കാരണം. ഹുറൈറ എന്ന് പറഞ്ഞാൽ കൊച്ചുപൂച്ച എന്നാണ്.
പൂച്ചയോട് അദ്ദേഹത്തിന് വല്ലാത്തൊരു സ്നേഹവും വാത്സല്യമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സമീപനം അദ്ദേഹത്തിന് ഒരപരനാമം നൽകുകയുണ്ടായി. അങ്ങനെയാണ് അബൂ ഹുറൈറ എന്ന നാമം അദ്ദേഹത്തിന് ലഭിക്കുകയും അത് പ്രസിദ്ധമായി തീരുകയും ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പ്രവാചകനിൽ നിന്ന് കേട്ട വചനങ്ങൾ 1000-ലധികമുണ്ട്. പിൽക്കാലത്ത് ഇസ്ലാമതം സ്വീകരിച്ച സ്വഹാബിയാണ് അദ്ദേഹം. പക്ഷേ പിന്നീട് ലഭ്യമായ 3-4 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം തന്നെ കഴിയുകയും പരമാവധി ക്ലാസ്സുകളിലും പഠനങ്ങളിലും സജീവമാവുകയും അറിവ് നേടുകയും ചെയ്തു. മറ്റ് പലരും കച്ചവടത്തിനും ആവശ്യത്തിനൊക്കെ പോയ സമയത്ത് ഇദ്ദേഹം പഠനത്തിൽ മുഴുകുകയായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് പ്രവാചകൻ്റെ കൂടെ ആദ്യകാലത്തെ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുള്ള പല സഹാബികളെക്കാൾ കൂടുതൽ ഇദ്ദേഹം ഹദീസ് നിവേദനം ചെയ്തിട്ടുള്ള പണ്ഡിതനായി മാറിയിട്ടുള്ളത്. ലഭ്യമായ കാലം പൂർണ്ണമായും അറിവ് നേടുന്നതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അദ്ദേഹം ഉപയോഗപ്പെടുത്തി. അതാണ് അദ്ദേഹത്തിൻ്റെ വലിയൊരു മഹത്വമായിട്ട് നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹദീസ് ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ ധാരാളം ഹദീസുകൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ചെയ്ത വലിയൊരു സേവനം, അതിൻ്റെ പ്രതിഫലം ഇന്നും ഖബറിലേക്ക് അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു. സമയത്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നത് ഞാൻ കേട്ടു. മാ നഹൈതുക്കും അൻഹു ഫജ്തനിബൂഹു, നിങ്ങളോട് ഞാൻ വിരോധിച്ചത്, നഹ എന്ന് പറഞ്ഞാൽ വിരോധിച്ചു എന്നാണ്. നിങ്ങളോട് ഞാൻ നഹി ചെയ്തിട്ടുള്ള വിരോധിച്ചിട്ടുള്ള കാര്യം ഫജ്തനിബൂഹു, നിങ്ങൾ അത് വർജിക്കണം. വമാ അമർത്തുക്കും ബിഹി, നിങ്ങളോട് ഞാൻ കൽപ്പിച്ചത് ഫഅ്തു മിൻഹു മസ്തതഅതും, നിങ്ങൾക്ക് സാധ്യമായ പോലെ കഴിയുന്നത്ര നിങ്ങളത് കൊണ്ടുവരിക, പ്രവർത്തിക്കുക. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന 2 ഉപദേശം. ഇസ്ലാമിൻ്റെ നിയമങ്ങളിലെല്ലാം ഒട്ടേറെ കാര്യങ്ങൾ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്, ചില കാര്യങ്ങൾ നമ്മളോട് വിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. കൽപ്പിച്ച കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ഖൈറുള്ളതാണ്, നന്മയുള്ളതാണ്. വിരോധിച്ച കാര്യങ്ങളൊക്കെ ദുനിയാവിൻ്റെ ജീവിതത്തിൽ നാശമായിരിക്കും, അതല്ലെങ്കിൽ ആഖിറത്തിലും അതിന് നാശമുണ്ടാകും. വിശ്വാസവും മതപരവുമായ കാര്യത്തിൽ നാശകരമായിരിക്കാം, അതല്ലെങ്കിൽ വ്യക്തിയുടെയോ സമൂഹത്തിൻ്റെയോ കുടുംബത്തിൻ്റെയോ മേഖലകളിൽ അതിൽ നാശമുണ്ടാകും. ഏതാണെങ്കിലും വിരോധിച്ചതെല്ലാം ഖബീസാണ്, മ്ലേച്ഛമായ കാര്യങ്ങളാണ്. ഖുർആൻ മറ്റൊരിടത്ത് നമ്മളോട് പറഞ്ഞു, വമാ ആത്വാക്കുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാക്കും അൻഹു ഫന്തഹു, അള്ളാഹുവിൻ്റെ പ്രവാചകൻ നിങ്ങൾക്ക് കൊണ്ടുവന്നത് നിങ്ങളത് ചെയ്യുക, ചെയ്യാൻ പ്രവാചകൻ കൽപ്പിച്ച് നിങ്ങൾ ചെയ്യുക. വമാ നഹാക്കും അൻഹു ഫന്തഹു, പ്രവാചകൻ വിരോധിച്ചത് നിങ്ങൾ വർജിക്കുകയും ചെയ്യുക. അപ്പോൾ ചില കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ ആ കൽപ്പന കാണണം എന്നില്ല, ഖുർആനിൽ അത് വിരോധിച്ചുകൊണ്ട് കാണണമെന്നില്ല. പക്ഷേ ഖുർആനിലില്ലാത്ത ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് കൽപ്പന ലഭിച്ചിട്ടുണ്ടാകാം, വിരോധന വന്നിട്ടുണ്ടാകാം. അതും കൂടി ജീവിതത്തിൽ ഉൾക്കൊള്ളുക എന്നത് ഖുർആൻ തന്നെ നമ്മളോട് കൽപ്പിക്കുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചതിൻ്റെ ദൗത്യമായി ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത് യുഹില്ലു ലഹുമുത് ത്വയ്യിബാത്ത്, വിശിഷ്ടമായത്, നല്ലത് ജനങ്ങൾക്ക് അനുവദിച്ചു കൊടുക്കുന്നു. യുഹരിമു അലൈഹിമുൽ ഖബായിസ്, മ്ലേച്ഛമായത് ആളുകൾക്ക് പ്രവാചകൻ നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഖുർആനിലും പ്രവാചകൻ്റെ വചനങ്ങളിലുമായി കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളും വിരോധിക്കപ്പെട്ട കാര്യങ്ങളുമുണ്ട്. അവ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും കൽപ്പിച്ചത് പ്രാവർത്തികമാക്കുക, വിരോധിച്ചത് വർജിക്കുകയും ചെയ്യുക. ഇതാണ് ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിലുണ്ടാകേണ്ട പ്രധാനപ്പെട്ട സമീപനം. അള്ളാഹുവിൻ്റെ റസൂല് വിരോധിച്ച കാര്യങ്ങൾ, വിശുദ്ധ ഖുർആൻ വിരോധിച്ച കാര്യങ്ങൾ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള അനുവദിച്ചിട്ടുള്ള കാര്യങ്ങളുമായി തുലനം ചെയ്താൽ വളരെ കുറച്ച് കാര്യങ്ങളാണ് വിരോധിച്ചിട്ടുള്ളത്.
വിരോധിക്കപ്പെട്ട കാര്യം കുറവാണ്. അനുവദിക്കപ്പെട്ടതാണ്, മുബാഹാണ്, ഹലാലിൻ്റെതാണ് വിശാലമായി കിടക്കുന്നത്. ഇപ്പോൾ ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്ക് നിഷിദ്ധമാക്കിയത് വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിൽ നമുക്ക് നിഷിദ്ധമായ ഭക്ഷ്യപദാർത്ഥങ്ങൾ എണ്ണിപ്പറയുന്നുണ്ട്. അതേ സമയത്ത് നമുക്ക് അനുവദിച്ചിട്ടുള്ളത് ഈ ദുനിയാവിലുള്ള അനേകം വസ്തുക്കൾ നമുക്ക് അനുവദനീയമാണ് എന്ന് ഖുർആൻ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എണ്ണിപ്പറയാവുന്ന ചില കാര്യങ്ങൾ നമുക്ക് വിരോധിച്ചു, അതേ സമയത്ത് നമുക്ക് എണ്ണമറ്റ വസ്തുക്കൾ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇസ്ലാമിൻ്റെ വിരോധിച്ചതും അനുവദിച്ചതും കൽപ്പിച്ചതുമായ കാര്യങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ വളരെ കുറച്ചാണ് എന്ന് കാണാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ആ വിരോധിച്ച കാര്യങ്ങൾ വർജിക്കുന്നത് കൊണ്ട് ഇവിടെ ജീവിതത്തിനൊരു പ്രയാസവുമില്ല. കാരണം ആവശ്യത്തിന് മാത്രം അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ വിശാലമായി നമുക്കുണ്ട്. വിശാലമായും അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഏതാനും ചില വിരോധിച്ച കാര്യങ്ങൾ വർജിക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയോ പ്രയാസമോ വരുന്നില്ല. അത് ഇസ്ലാം നമ്മോട് ചെയ്തിട്ടുള്ള ഉദാരമായ കാര്യമാണ്. മതത്തിൽ ഒരു കാര്യം വിരോധിക്കുന്നുവെങ്കിൽ ചില അടിസ്ഥാന തത്വങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഒന്ന്, മനുഷ്യൻ്റെ മതധാർമ്മിക ജീവിതത്തിന് ഹാനിയുള്ളതെല്ലാം ഇസ്ലാമിൽ നിഷിദ്ധമാണ്. ആരോഗ്യത്തിന് ഹാനിയുള്ള ബുദ്ധി നശിപ്പിക്കുന്നതെല്ലാം ഇസ്ലാമിൽ നിഷിദ്ധമാണ്. ചൂഷണം വരുന്ന മറ്റുള്ളവൻ്റെ അവകാശങ്ങളെ ഹനിക്കുന്ന കാര്യങ്ങൾ ഇസ്ലാമിൽ നിഷിദ്ധമാണ്. ഇങ്ങനെ ഇസ്ലാമിൽ നിഷിദ്ധമായി പ്രഖ്യാപിക്കുന്നതിന് ചില അടിസ്ഥാന തത്വങ്ങളുണ്ട്. അഭിമാനം, ആരോഗ്യം, അവകാശങ്ങൾ, ധാർമ്മികത, ഇതെല്ലാം സംരക്ഷിക്കേണ്ടത് ഒരു മതത്തിൻ്റെ ധർമ്മമാണ്, നിയമത്തിൻ്റെ ധർമ്മമാണ്. അതിന് വിരുദ്ധമായി വരുന്ന കാര്യങ്ങളാണ് നിഷിദ്ധമാക്കപ്പെടുന്നത്. ഇപ്പോൾ ഭക്ഷ്യപദാർത്ഥങ്ങളിൽ മനുഷ്യന് നിഷിദ്ധമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് മദ്യപാനം. മദ്യം കഴിക്കാതിരിക്കുന്നത് കൊണ്ട് ഈ ലോകത്തൊരു വിപത്തും ആർക്കുമില്ല. അതിന് പകരം നമുക്ക് കഴിക്കാൻ ധാരാളം പാനീയങ്ങൾ സുലഭമായിട്ട് അള്ളാഹു അനുവദിച്ച് തന്നതുണ്ട്. എന്നാൽ മദ്യം കഴിക്കുന്നത് കൊണ്ട് വ്യക്തിക്കും സമൂഹത്തിനും കുടുംബത്തിനും എല്ലാം നാശമാണ്. സാമ്പത്തിക മേഖലയിലും ആരോഗ്യ മേഖലയിലും നാശമാണ്. അപ്പോൾ മനുഷ്യ ജീവിതത്തിൽ ആവശ്യമുള്ള ഒരു വസ്തുവല്ല അത്, മറിച്ച് ഉപദ്രവങ്ങൾ ധാരാളം അതുകൊണ്ടുണ്ട്. അങ്ങനെയുള്ളൊരു പാനീയമാണ് ഇസ്ലാം നിഷിദ്ധമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. പലിശ ഇസ്ലാം നിഷിദ്ധമായി പ്രഖ്യാപിച്ചു. അതിൽ തീർത്തും ചൂഷണം മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ പലിശയുടെ എല്ലാ ഇനങ്ങളും ഇസ്ലാം നിഷിദ്ധമാക്കി. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏർപ്പാടുകളും പ്രവർത്തനങ്ങൾ പോലും ഇസ്ലാം ആക്ഷേപിക്കുകയും ചെയ്തു. മനുഷ്യജീവിതത്തിന് അതൊരു അനിവാര്യമായ ഘടകമല്ല. ഇങ്ങനെ ഒരുപക്ഷേ സാമൂഹിക തലത്തിൽ ചൂഷണത്തിൻ്റേതുണ്ടാകും, മറ്റുള്ളവൻ്റെ അവകാശങ്ങൾ ഹനിക്കുന്നതായിരിക്കും, സമ്പത്തിൻ്റെയോ വ്യക്തിയുടെ ആരോഗ്യപരമായോ മതധാർമ്മിക മേഖലയിലുള്ള സംരക്ഷണത്തിനൊക്കെ വിരുദ്ധമായി വരുന്നതാണെങ്കിൽ മതത്തിൽ അത് നിഷിദ്ധമായി പ്രഖ്യാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിഷിദ്ധമായ വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ അത് നിങ്ങൾ വർജിക്കുക. ഇതാണ് ആദ്യം പ്രവാചകൻ ഇവിടെ ഉപദേശിച്ചത്. ഈ ഹദീസിൽ പ്രവാചകൻ ആദ്യമായി പരാമർശിക്കുന്നത് വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ വർജിക്കണമെന്നതാണ്. വിരോധിക്കപ്പെട്ട കാര്യങ്ങളിൽ ഒരു മറ്റൊന്ന് മനസ്സിലാക്കാനുള്ളത്, അത് കുറഞ്ഞതാണെങ്കിലും കൂടിയതാണെങ്കിലും രണ്ടും ഉൾക്കൊള്ളുന്നതാണ്. മദ്യം നിഷിദ്ധമാണെന്ന് പറഞ്ഞാൽ കൂടുതൽ കുടിക്കുമ്പോഴാണ് ഒരാൾക്ക് ലഹരി ഉണ്ടാകുന്നത്. അതുകൊണ്ട് കുറച്ച് കുടിച്ചാൽ എനിക്ക് ലഹരി ഉണ്ടാകുന്നില്ല എന്നതുകൊണ്ട് അത് അനുവദിക്കപ്പെടുന്നില്ല. ലഹരി ഉണ്ടോ അതിൽ, ലഹരി ഉണ്ടാകാൻ പാകത്തിലുള്ള ആൽക്കഹോൾ ഉണ്ടോ അതിൽ, എങ്കിൽ ആ വസ്തു നിഷിദ്ധമാണ്. അത് കൂടിയാലും ശരി കുറഞ്ഞാലും ശരി. മിതപ്പലിശ അമിതപ്പലിശ എന്ന് പറഞ്ഞുകൊണ്ട് പലിശയെ വിഭജിച്ചുകൊണ്ട് അമിതപ്പലിശയാണ് നിഷിദ്ധമാകുന്നത്, മിതപ്പലിശക്ക് കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു തത്വം ഇസ്ലാമിലില്ല. നിഷിദ്ധമാണോ വിരോധിച്ചതാണോ അത് കൂടിയാലും കുറഞ്ഞാലും നിഷിദ്ധം തന്നെയാണ്. ചില കാര്യങ്ങളിൽ നന്മയുടെ വശവുമുണ്ടാകും, നാശത്തിൻ്റെ വശവുമുണ്ടാകും. അങ്ങനെയാണെങ്കിൽ അത് വിരോധിക്കപ്പെടുന്നതിനാണ് ഉൾപ്പെടുക.
ചില കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാകാം, ചില ഗുണവശങ്ങൾ അതിൽ കാണാൻ സാധിക്കും. എന്നാൽ അതേ സമയത്ത് അതുകൊണ്ട് ഒരുപാട് നാശങ്ങളും ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ അവിടെ അതിനാലുണ്ടാകുന്ന ഉപദ്രവങ്ങൾ തടയുന്നതിനാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിഷിദ്ധമാക്കുക. അതാണ് ഇസ്ലാം ആ കാര്യത്തിൽ സ്വീകരിച്ചുള്ള സമീപനം. ചില കാര്യങ്ങൾ നേർക്കുനേരെ വരുമ്പോൾ വളരെ ഗൗരവമുള്ള തിന്മയാകണമെന്നില്ല. പക്ഷേ ഒരു വലിയ ഒരു തിന്മയിലേക്ക് എത്തിക്കുന്ന കാര്യമാണെങ്കിൽ, അതിന് പ്രേരകമാകുന്ന കാര്യമാണെങ്കിൽ അതും നിഷിദ്ധമായി പ്രഖ്യാപിക്കും. ഇതെല്ലാം വിരോധിക്കപ്പെടുന്ന വിഷയങ്ങളിൽ ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള സമീപനമാണ്. വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അനുവദനീയമാകുന്നത് നിർബന്ധ ഘട്ടത്തിൽ മാത്രമാണ്. ഖുർആൻ അങ്ങനെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം ഭക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് രക്തം, അള്ളാഹു അല്ലാത്ത പേരിൽ ശബ്ദിക്കപ്പെട്ടത്, പ്രതിഷ്ഠകൾക്ക് വേണ്ടി അറുത്തത്, അതുപോലെ തന്നെ ശവം, പന്നി, ഇതെല്ലാം ഖുർആൻ പറഞ്ഞു. ഇവയെല്ലാം നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ഹുരിമത്ത് അലൈക്കുമുൽ മൈത്തത്തു വദ്ദമു വലഹ്മുൽ ഖിൻസീർ എന്ന് പറഞ്ഞിട്ട് പിന്നീട് അള്ളാഹു പറയുന്നത് ലറൂറത്തിൻ്റെ ഒരു ഘട്ടം വന്നാൽ നിങ്ങൾക്ക് അനുവദിക്കും. ഇല്ലാ മൽതുരിർത്തും, നിങ്ങൾ നിർബന്ധിത ഘട്ടം വന്നു. ഒരാളുടെ കയ്യിൽ പാനീയമായിട്ട് അവന് ലഭിച്ചത് മദ്യം മാത്രമാണ്, അല്ലെങ്കിൽ കഴിക്കാൻ ആഹാരമായിട്ടുള്ളത് ശവമാണ് അവൻ്റെ കയ്യിലുള്ളത്, മറ്റൊന്നും ഹലാലായ ഒരു ഭക്ഷ്യപദാർത്ഥങ്ങളോ പാനീയങ്ങളോ ഇല്ല. അത് കഴിക്കാതിരുന്നാൽ അവൻ്റെ ജീവൻ അപകടപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒരു ലറൂറത്ത്, നിർബന്ധിതാവസ്ഥ ഒരു മനുഷ്യന് വന്നാൽ ആ ഘട്ടം തരണം ചെയ്യാൻ മാത്രം ആവശ്യമായ അളവിൽ അത് കഴിക്കുന്നത് അനുവദനീയമാണ്. അപ്പോൾ മാത്രമാണ് ഇസ്ലാം അത് അനുവദിക്കുന്നത്. അതല്ലാത്ത എല്ലാ ഘട്ടങ്ങളിലും നിഷിദ്ധമാക്കപ്പെട്ട ഭക്ഷ്യപദാർത്ഥങ്ങളോ അതുപോലുള്ള വിരോധിക്കപ്പെട്ട കാര്യങ്ങളോ ആണെങ്കിൽ, നിഷിദ്ധതയുടെ സ്വഭാവമുള്ളതാണെങ്കിൽ അത് വർജിക്കണമെന്നതാണ്. വിരോധിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാം ഹറാമാകണം എന്നില്ല. വിരോധന രണ്ട് രൂപത്തിലുണ്ട്. നിഷിദ്ധതയെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള വിരോധനയുമുണ്ട്. നല്ലതല്ല, മോശമാണ് എന്ന അർത്ഥത്തിൽ വിരോധിച്ചിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ആരാധനാ കാര്യങ്ങളിൽ ഒരു കാര്യം വിരോധിച്ചു എന്ന് പറഞ്ഞാൽ അത് ഹറാമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് സംസാരിക്കരുത് നമസ്കാരത്തിൽ എന്ന് പറഞ്ഞാൽ സംസാരിക്കൽ ഹറാമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതേസമയത്ത് ആദാബുകൾ, പെരുമാറ്റ മര്യാദകളുമായി ബന്ധപ്പെട്ട ആദാബുകൾ, ഉദാഹരണം ഭക്ഷണം കഴിക്കുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകൾ, അതേപോലെയുള്ള ചില വിഷയങ്ങളിലെല്ലാം വ്യക്തമായ രീതിയിൽ നിഷിദ്ധമാണ് എന്ന പദപ്രയോഗമോ അത് സൂചിപ്പിക്കുകയോ ചെയ്യാത്ത രൂപത്തിൽ പറഞ്ഞാൽ അത് കറാഹത്താണ് എന്നാണ് വരിക, വെറുക്കപ്പെടുന്ന സംഗതികളാണ്. അതുകൊണ്ട് വിരോധിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് രണ്ട് അർത്ഥത്തിൽ വരുന്നു. ഒന്ന് നിഷിദ്ധമാണ്, ഹറാമാണ് എന്നർത്ഥം. മറ്റൊന്ന് കറാഹത്താണ്, വെറുക്കപ്പെട്ടതാണ് എന്നർത്ഥം. ഉദാഹരണം നമുക്കറിയാം, നല്ല കാര്യങ്ങൾ വലത് കൈ കൊണ്ട് ചെയ്യണം. അതേസമയത്ത് ബാത്റൂമിലൊക്കെ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇടത് കൈ കൊണ്ടാണ് ചെയ്യേണ്ടത്. അതിലൊരു കൈമാറ്റം വന്നു പോയാൽ അതൊരു ഹറാമല്ല, കറാഹത്തായിട്ടാണ് മാറുക എന്ന് ചില പണ്ഡിതന്മാർ അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കുന്ന ആളോട് പറഞ്ഞു, കുൽ മിമ്മാ യലീക്, നിൻ്റെ അടുത്ത് നിന്ന് കഴിക്കണം. ഒരു തളികയിൽ 2, 3, 4 ആളിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ കഴിക്കുന്ന വ്യക്തിയോട് നിർദ്ദേശിച്ച് നിൻ്റെ അടുത്ത ഭാഗത്ത് നീ കഴിക്കുക. അതതിൻ്റെ അഭികാമ്യമായ രീതി അതാണ്. അഥവാ ഒരാൾ കുറച്ച് അപ്പുറത്തും ഇപ്പുറത്തും വാരി തിന്നുപോയാൽ അവനൊരു ഹറാമ് ചെയ്തു, ഇനി പടച്ചോനോട് തൗബ ചെയ്യണം എന്ന് പറയുന്ന ഒരവസ്ഥ അത് വരുന്നില്ല. അതൊരു കറാഹത്താണ്, മോശമായൊരു സംഗതിയാണ് എന്നേ അതിനർത്ഥം വരുന്നുള്ളൂ. അതാണ് ഈ ആദാബുകളും ആദാബ് മര്യാദകളും ആരാധനകളിലുമുള്ള ഇവ തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. ഏതാണെങ്കിലും ഇസ്ലാം ഇവിടെ സ്വീകരിച്ച നിലപാട് പ്രവാചകൻ്റെ വാക്ക് വ്യക്തമാക്കുന്നുണ്ട്. വിരോധിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നിഷിദ്ധമാണ് എന്നല്ല പ്രവാചകൻ ഉപയോഗിച്ച വാക്ക്, ഫജ്തനിബൂഹു, നിങ്ങളത് അകറ്റുക എന്നാണ്.
ഫജിത്തനിബൂഹു, നിങ്ങളൊരു ഭാഗത്തായിരിക്കണം, മറ്റൊരു ഭാഗത്തായിരിക്കണം ഈ നിഷിദ്ധമാക്കിയ വിരോധിച്ച കാര്യമെന്നാണ്. അപ്പോൾ അത് വർജിക്കണം എന്നതാണ് പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ആശയം. ഫജിത്തനിബൂഹു എന്നാണ്. നിങ്ങളത് ഹറാമായി കാണണം എന്ന ശൈലിയല്ല സ്വീകരിച്ചത്. ഫജിത്തനിബൂഹു, നിങ്ങളതിനെ അകറ്റിക്കളയണം. അങ്ങനെ പറയാനുള്ളൊരു കാരണം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് 2 തരത്തിലുള്ള കാര്യങ്ങൾ ഇസ്ലാം വിരോധിച്ചതിലുണ്ട്. ചിലത് മനുഷ്യൻ്റെ പ്രകൃതി അതിലേക്ക് ചായ്വുള്ളതായി മാറുന്ന ചില കാര്യങ്ങളുണ്ട്. ചെയ്യണം, പ്രവർത്തിക്കണം എന്നൊക്കെ മനുഷ്യന് തോന്നിപ്പോകുന്ന ചില വിഷയങ്ങളുണ്ട്. മറുഭാഗത്ത് മനുഷ്യപ്രകൃതി വെറുക്കുന്നതുമുണ്ട്. ഇപ്പം ശവത്തിൻ്റെ മാംസം തിന്നുക എന്നുള്ളത് ശുദ്ധ പ്രകൃതിയുള്ള വിവേകമുള്ളൊരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന കാര്യമല്ല. ആരും ഒരു ശവന്തീനിയാകാൻ ഇഷ്ടപ്പെടില്ല. മനുഷ്യൻ വെറുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞപ്പോൾ ഹുർരിമത്ത് അലൈക്കുമുൽ മൈത്തുതു, നിങ്ങൾക്കത് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞു. അതേസമയത്ത് വ്യഭിചാരത്തെക്കുറിച്ചും അതുപോലുള്ള കാര്യങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ ഇസ്ലാമിൻ്റെ പ്രഖ്യാപനം ലാ തഖറബുസ്സിന, നിങ്ങൾ സമീപിക്കരുത് എന്നാണ്. വ്യഭിചരിക്കരുത് എന്ന് പറയുകയല്ല ചെയ്തത്, അതിനോട് നിങ്ങൾ സമീപിക്കരുത്. അതിനെ പ്രേരകമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്കും അതിൽ ഇടപെടുന്ന കാര്യത്തിലേക്കും നിങ്ങൾ ചെന്നു പോകരുത്. കാരണം നിങ്ങളെ അത് ശക്തമായ രീതിയിൽ സ്വാധീനിക്കും. ആ സ്വാധീനത്തിൻ്റെ പ്രേരകത്തിൻ്റെ ഫലമായി തിന്മ ചെയ്യാൻ നിങ്ങളൊരു പക്ഷേ അവസരമായിരിക്കാം. അങ്ങനെ തിന്മയിൽ ചെന്ന് അകപ്പെടാതിരിക്കാൻ നിങ്ങളങ്ങോട്ട് അടുക്കരുത് എന്നാണ്. കാരണം മനുഷ്യൻ്റെ മനസ്സ് ചിലപ്പോൾ അതിന് പ്രേരണ ഉണ്ടാക്കുന്നൊരവസ്ഥ വരാം. അപ്പം അതുകൊണ്ട് തന്നെ തിന്മയായ കാര്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ പ്രവാചകൻ പറഞ്ഞ വാക്ക് ഫജിത്തനിബൂഹു, നിങ്ങളത് വർജിക്കുക എന്നതാണ്. ആ പദപ്രയോഗം വളരെ ശ്രദ്ധേയമാണ്. അപ്പോൾ കറാഹത്താണെങ്കിലും ശരി, ഹറാമാണെങ്കിലും ശരി, അള്ളാഹുവിൻ്റെ പ്രവാചകൻ വിരോധിച്ചു എന്ന് വ്യക്തമായിട്ടുള്ള ഏതൊരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അകറ്റി നിർത്താൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞൊരു വാക്ക് ഇത്തഖുൽ മഹാരിമ തകുൻ അഅബുദന്നാസ്, ഹറാമുകൾ നിങ്ങൾ സൂക്ഷിക്കുക, അവ നിങ്ങൾ വർജിക്കുക, എന്നാൽ തകുൻ അഅബുദന്നാസി, ജനങ്ങളിൽ ഏറ്റവും ഇബാദത്ത് ചെയ്യുന്നവൻ നീ ആയിട്ട് മാറും. വളരെ ആലോചിക്കേണ്ട ഒരു വാക്കാണത്. അള്ളാഹുവിന് ചെയ്യുന്ന ഇബാദത്തിൽ ഏറ്റവും വലിയ ഇബാദത്ത് ചെയ്യുന്ന വ്യക്തിയായി മാറുന്നത് ഹറാമായ കാര്യങ്ങൾ വർജിക്കുമ്പോഴാണ്. പലപ്പോഴും ഹറാമായ കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യമുണ്ടാവും. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം പലതരത്തിലുള്ള തിന്മയും ചെയ്യാൻ സമ്മർദ്ദമുള്ളൊരു കാലഘട്ടമാണ്. സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നൊരു വ്യക്തിക്ക് തൻ്റെ മുന്നിൽ തുറന്നു കിടക്കുന്ന മേശവലിപ്പുണ്ടാകുമ്പോൾ അതിനെടുക്കാൻ തോന്നിപ്പോകും, സമ്മർദ്ദം ഉണ്ടാകും. ഒരുപക്ഷെ കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ അങ്ങനെ ചെയ്യുന്നതും കൂടി ആകുമ്പോൾ നീ മാത്രം മുത്തക്കിയായിട്ടൊന്നും കാര്യമില്ല, നമ്മളിവിടെ വന്നെന്തിനാ, പൈസ ഉണ്ടാക്കാനാണ്, എന്നിട്ട് നീ ഇങ്ങനെ വലിയ തക്കവയിട്ട് നടന്നോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രയാസപ്പെടുത്തുകയോ ഒരുപക്ഷെ പരിഹസിക്കുകയോ ചെയ്യുന്ന സഹപ്രവർത്തകരാണ് ആ മനുഷ്യനുള്ളതെങ്കിൽ സ്വാഭാവികമായും ഏതായാലും എല്ലാവരും ഇപ്പോൾ ഇത് കൈയിട്ടുണ്ട്, പിന്നെ ഞാൻ മാത്രം ഇപ്പം ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല, വീട് പണി പൂർത്തിയാണെങ്കിൽ ഇടക്കെന്തേലും എടുക്കാൻ ഞാൻ നടക്കൂല, ഇയാളാണെങ്കിൽ ശമ്പളം ഇട്ട് കൂട്ടൂല, പല തവണ പറഞ്ഞിട്ട് ശമ്പളം കൂട്ടിയില്ല എന്നുള്ള ആ ഒരു ചിന്ത ഇയാളെ മനസ്സിൽ വരുമ്പോൾ അയാൾ സ്വയം തന്നെ ആ തിന്മക്ക് പ്രേരകമായി തീരും. അപ്പോൾ അതിന് ന്യായീകരണം മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരും. ആദ്യം എടുക്കുന്നന്ന് കൈ വറക്കും, കാലും വറക്കും, അന്ന് രാത്രി ഉറങ്ങാൻ കഴിയില്ല, വല്ലാത്തൊരു അസ്വസ്ഥതയായിരിക്കും, ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാത്തൊരു സംഗതി ചെയ്തതിൻ്റെ വിഷമമുണ്ടാകും. പിന്നീടത് പൂജ്യങ്ങൾ കൂടിയതായി പിന്നെ എടുക്കുന്ന ശീലമായി, കല്ലാ ബൽറാന അലാ ഖുലൂബിഹിം, പിന്നെ അത് സ്ഥിരം സ്വഭാവമായി മാറി. ആദ്യത്തിലെ മനസാക്ഷിക്കുത്തുണ്ടാവുള്ളൂ. ആ മനസാക്ഷിക്കുത്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവൻ പ്രവർത്തനം ആരംഭിച്ചു. അത് പതിവ് സമ്പ്രദമായി കഴിഞ്ഞാൽ പിന്നെ എടുക്കാത്ത ദിവസമാണ് അവൻ അസ്വസ്ഥ ഉണ്ടാകുക. ഇന്നിപ്പം മാമൂലൊന്നും കിട്ടിയില്ല എന്നുള്ളതാണ്. ഇന്നത്തെ ദിവസം ശരിയില്ല എന്നാണ് പറയാം. ശരിയില്ല എന്ന് പറഞ്ഞാൽ എന്നും എടുക്കുന്നത് അന്ന് എടുത്തിട്ടില്ല, അതാണ് അതിൻ്റെ അർത്ഥം. ഇന്ന് അയാൾ രാവിലെ വന്നാണ്ട് ഇരുന്ന മേശം വരും, പിന്നെ അവർ പോയിട്ടില്ല,
അപ്പോൾ ആ ദിവസം ശരിയില്ല എന്നൊക്കെ കഫീലുണ്ടായതുകൊണ്ട് വലിയ ഹൈറായി എന്നല്ല പറഞ്ഞത്, അന്ന് ശരിയില്ല എന്നാണ് പറയുന്നത്. ഈ ഒരു അവസ്ഥയിലേക്ക് ആ മനുഷ്യനെത്തും. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ, നമ്മുടെ ചുറ്റുപാടുകൾ ചില തിന്മകൾ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘട്ടം വരും. അപ്പോൾ ആ ഹറാമിൽ നിന്ന് മാറി നിൽക്കുക. അവിടെ മാറി നിൽക്കുന്നത് വലിയൊരു ഇബാദത്തായി മാറും എന്നാണ് പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അർശിൻ്റെ തണൽ ലഭിക്കുന്ന ചില മനുഷ്യന്മാരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒരാളെക്കുറിച്ച് അള്ളാഹു റസൂൽ പറഞ്ഞത്, സുന്ദരിയും കുലീനയുമായ ഒരു സ്ത്രീ ഇയാളെ വിളിച്ചു. എല്ലാ സാഹചര്യങ്ങളും ഒത്തിണങ്ങിയിട്ടുണ്ട്. എന്നിട്ടും അയാൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവളിൽ നിന്ന് രക്ഷപ്പെടുന്നു. ആ ഒരു മനുഷ്യന് അർശിൻ്റെ തണലാണ് പരലോകത്ത് വരുമ്പോൾ ഉണ്ടാവുക എന്നാണ്. അതൊക്കെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന തിന്മയുടെ ശക്തമായ പ്രേരണയുണ്ടാകുന്ന സന്ദർഭത്തിൽ നിന്ന് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് രക്ഷ പ്രാപിക്കുന്ന മനുഷ്യനെയാണ് ആ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് റസൂൽ അങ്ങനെ പറഞ്ഞ ഇത്തഖുൽ മഹാരിം, ഹറാമായ കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുക. തകുൻ അഅ്ബുദന്നാസ്, എന്നാൽ നീ അള്ളാഹുവിൻ്റെ അടുക്കൽ ജനങ്ങളിൽ ഏറ്റവും അധികം ഇബാദത്ത് ചെയ്യുന്ന വ്യക്തിയായിട്ട് മാറാൻ നിനക്ക് കഴിയും എന്ന് പറഞ്ഞത്. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. റമദാൻ വരാനിരിക്കുന്നു. സ്വാഭാവികമായി റമദാൻ ആകുമ്പോൾ നമ്മളെല്ലാം ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉൾക്കൊള്ളും. റമദാനിൽ പകൽ സമയത്ത് നമുക്കറിയാം, ആ വ്രതവിശുദ്ധിക്ക് വിരുദ്ധമായ രീതിയിൽ സംസാരിച്ചുകൂടാ. ഏഷണി പറയരുത്, പരദൂഷണം പറയരുത്, കളവ് പറയരുത്. നാവിനെ ശരിക്കും നിയന്ത്രിക്കണം. പിന്നെ നാവ് നല്ലതിന് വേണ്ടി ഉപയോഗിക്കണം. നല്ല സംസാരങ്ങൾ, വിശുദ്ധ ഖുർആൻ പാരായണങ്ങൾ, അതുപോലുള്ള നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കണം. അങ്ങനെ നമ്മൾ റമദാനിൻ്റെ പകലിൽ നമ്മളെ സൂക്ഷിക്കുന്നുണ്ട്. പക്ഷേ ആ പകലുള്ള ഭക്തി രാത്രിയിൽ നഷ്ടപ്പെടുത്തുന്നൊരവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. അവിടെയാണ് പ്രവാചകൻ്റെ ഈ വചനം നമ്മൾ കൂട്ടി വായിക്കേണ്ടത്. ഒരു ഭാഗത്ത് നമ്മൾ ഇബാദത്തുകൾ ചെയ്യുന്നു, മറുഭാഗത്ത് ആ ഇബാദത്തിൽ നിന്ന് വിരമിക്കുമ്പോൾ അതിന് വിരുദ്ധമായ രീതിയിൽ ഹറാമുകൾ നമ്മൾക്ക് അനുവദിക്കപ്പെടുന്നൊരവസ്ഥ വരുന്നു. അത് വരരുത്. പകലിൽ നാം സൂക്ഷിച്ചതുപോലെ റമദാനിലെ രാത്രികളിലും നമ്മുടെ നാവിനെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയണം. ആ ഒരു സൂക്ഷ്മത നാം ജീവിതത്തിൽ പുലർത്തണമെന്നതാണ് പ്രവാചകൻ ഈ പറഞ്ഞ വാചകത്തിൻ്റെ വിശാലാർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമായി അള്ളാഹു റസൂൽ നമ്മോട് പറയുന്നത്, എന്താണോ നിങ്ങളോട് ഞാൻ വിരോധിച്ചത് അത് നിങ്ങൾ വർജിക്കുക. രണ്ടാമതായി നമ്മോട് പറയുന്നത്, വമാ അമർത്തുക്കും ബിഹി ഫഅ്തു മിൻഹു മസ്തതഅ്തും, നിങ്ങളോട് ഞാൻ കൽപ്പിച്ച കാര്യം, ഏതൊരു കാര്യം നിങ്ങളോട് ഞാൻ കൽപ്പിച്ചുവോ, ഫഅ്തു മിൻഹു മസ്തതഅ്തും, നിങ്ങൾക്ക് സാധ്യമായത്ര നിങ്ങളത് ചെയ്യുക. രണ്ടാമത്തെ നിർദ്ദേശം അതാണ്. രണ്ട് നിർദ്ദേശവും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. കൽപ്പിച്ചതെല്ലാം ചെയ്യണമെന്ന് പ്രവാചകൻ നമ്മോട് പറയുന്നില്ല. മസ്തതഅ്തും, നിങ്ങൾക്ക് സാധിക്കുന്നത്ര നിങ്ങളത് ചെയ്യണം എന്നതാണ്. കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും നന്മക്കാണ്. അതിൻ്റെ ഖൈർ ദുനിയാവിലുണ്ട്, ആഖിറത്തിലുമുണ്ട്. എത്ര നിസ്സാരമായി നമുക്ക് തോന്നുന്ന കാര്യമാണെങ്കിലും അതും പരലോകത്ത് പുണ്യമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ലാ തഹ്ഖിറന്ന ബിൽ മഅറൂഫി ഷൈഅൻ, നല്ല കാര്യങ്ങളിൽ ഒന്നുപോലും നിങ്ങൾ നിസ്സാരമായി കാണരുത്. വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ ത്വലീഖിൻ, നിൻ്റെ സുഹൃത്തിനെ പ്രസന്നവദനായി നീ അഭിമുഖീകരിക്കുന്നത് പോലും നിസ്സാരമായി നീ കാണരുത്. അതും നിനക്ക് പരലോകത്തേക്കുള്ളൊരു പുണ്യകർമ്മമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുകയുണ്ടായി. അപ്പോൾ എത്ര നിസ്സാരമായി നമുക്ക് തോന്നുന്നതാണെങ്കിലും ഒരു പുണ്യകർമ്മത്തെ പുണ്യകർമ്മമായി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ ആ പുണ്യകർമ്മത്തിൻ്റെ കൂടെ മനസ്സിൽ അള്ളാഹുവിൻ്റെ പ്രതിഫലം കിട്ടണമെന്ന നിയ്യത്തുണ്ടായാൽ കൂടി അത് ഖൈറാവും. ഖുർആൻ പറഞ്ഞു, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസ്വദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്. നിങ്ങൾ സ്വകാര്യ വർത്തമാനം പറയുമ്പോൾ അതൊരു ഖൈറായ വർത്തമാനമായി തീരും. എപ്പോൾ ഒരു സദഖ കൊടുക്കാൻ വേണ്ടി ഒരാൾ ഉപദേശിച്ചതാണ്, അതല്ലെങ്കിൽ ഒരു നല്ല കാര്യമാണ് സംസാരിച്ചിരുന്നത്, അതുമല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഒരു ഇസ്ലാഹ്, ആളുകളെ നന്നാക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചു, അതൊരു ഖൈറായ കാര്യമാണ്. വമൻ യഫ്അൽ ദാലിക ഇബ്തിഗാഅ മർളാത്തില്ലാ,
അങ്ങനെ ഒരാൾ ചെയ്യുമ്പോൾ അയാളുടെ മനസ്സിലുള്ള നിയ്യത്ത് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണെങ്കിൽ ഫസോഫ നൂതീഹി അജ്റൻ അദീമ, അതിന് പരലോകത്ത് പ്രതിഫലമുണ്ട്. അപ്പോൾ പരലോകത്തെ പ്രതിഫലം കിട്ടണമെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിക്കുന്ന ഇഖ്ലാസ് വേണം. അതുദ്ദേശമില്ലാതെയാണ് സംസാരിച്ചെങ്കിലും ആ പറഞ്ഞത് നല്ല കാര്യം തന്നെയാണ്. ഒരാളോട് മറ്റൊരാൾക്ക് സഹായിക്കണമെന്ന് പറഞ്ഞു, പക്ഷെ പറയുന്ന സമയത്ത് ഇതൊരു പുണ്യകർമ്മമാണ്, പടച്ചോനെ ഞാനിത് പറഞ്ഞതിൻ്റെ കൂലി എനിക്ക് കിട്ടണം എന്നൊന്നും അയാളെ മനസ്സിലില്ല. നാട്ടിൽ നിന്ന് ഫോൺ ചെയ്ത് പറഞ്ഞു പൈസ എന്തെങ്കിലും അയക്കണമെന്ന്, അയക്കാമെന്നും പറഞ്ഞ് അയച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോഴൊന്നും പടച്ചോൻ്റെ പ്രതിഫലം മനസ്സിൽ വിചാരിച്ചിട്ടേ ഇല്ല. ഭാര്യയ്ക്കും മാതാപിതാക്കൾക്കും സന്താനങ്ങൾക്കും ചെലവ് കൊടുക്കേണ്ടത് അള്ളാഹു എന്നോട് നിർദ്ദേശിച്ച ബാധ്യതയാണ്. ആ ബാധ്യത ഞാൻ നിർവഹിക്കുമ്പോൾ അതിന് അള്ളാഹുവിൽ നിന്ന് എനിക്ക് പ്രതിഫലം കിട്ടുമല്ലോ, അങ്ങനെ ഒരു നിയ്യത്ത് അവൻ്റെ മനസ്സിലുള്ള ഉദ്ദേശമല്ല. പിന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ പൈസ അയച്ചു കൊടുത്തു, അത്രേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ അത് ചെയ്തത് ഖൈറാണ്, പക്ഷേ പരലോകത്ത് പ്രതിഫലം കിട്ടണമെങ്കിൽ ഈ ഒരു ഉദ്ദേശം പടച്ചോനെ ഇത് ഒരു സാലിഹ അമലായി സ്വീകരിക്കണം എന്നുള്ള നിയ്യത്തുണ്ടാകണം. അപ്പോൾ അതുകൊണ്ട് കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും നല്ലതാണ്. ആ ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്താൽ ഫസോഫ നൂതീഹി അജ്റൻ അദീമ, പരലോകത്ത് വരുമ്പോൾ അതിനെല്ലാം പ്രതിഫലമുണ്ടാകും. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഉണ്ടായൊരു പ്രയാസം, കുറേ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പ്രഭാതമായി തുടങ്ങി രാത്രി കടന്നുറങ്ങുന്നതിൻ്റെ ഇടയിൽ എത്രയോ നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊരു ഹൈറായ കാര്യമാണ്, പടച്ചോൻ്റെ നിന്ന് കൂലി കിട്ടുന്നതാണ് എന്ന ഒരു നിയ്യത്ത് അത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്നില്ല. ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നിയ്യത്തുണ്ടാക്കാൻ പറ്റില്ല. അത് ചെയ്യുന്ന സമയത്താണ് പടച്ചോനെ ഇതിൻ്റെ പ്രതിഫലം കിട്ടണേ എന്നുള്ള നിയ്യത്തുണ്ടാകേണ്ടത്. ആ ഒരു നിയ്യത്ത് നമ്മുടെ മനസ്സിൽ നിന്ന് മിക്കവാറും നഷ്ടപ്പെട്ടു പോവുകയാണ്. ചെയ്യാത്തത് കൊണ്ടല്ല, ഹൈറായ കാര്യം ചെയ്യുന്നുണ്ട്, പക്ഷെ അത് പ്രതിഫലാർഹമാക്കി തീർക്കാൻ നമ്മുടെ ശ്രദ്ധക്കുറവുണ്ടാകുന്നു എന്നതാണ്. ഇവിടെ പ്രവാചകൻ ചേർത്ത് പറഞ്ഞ കാര്യം മസ്തതാഴ്ത്തും, നിങ്ങൾക്ക് സാധ്യമായത്ര നിങ്ങൾ ചെയ്യുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉപദേശം. അപ്പോൾ കൽപ്പിച്ച കാര്യങ്ങൾ ഒരാൾക്ക് സാധിക്കുന്ന അവൻ്റെ കഴിവിൽപ്പെട്ടതനുസരിച്ച് പ്രവർത്തിക്കുക എന്നാണ്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. ഒരു വ്യക്തിയോട് അള്ളാഹുവിൻ്റെ കൽപ്പന അവൻ്റെ സാധ്യതയിൽപ്പെട്ടത് മാത്രമാണ്. ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നുണ്ട് ഫസ്തഖുല്ലാഹ മസ്തതഅ്തും, നിങ്ങൾക്ക് സാധ്യമായ എത്ര നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇത് ഇസ്ലാം നമ്മോട് ചെയ്തിട്ടുള്ളൊരു അനുഗ്രഹമാണ്. കൽപ്പിച്ചതെല്ലാം അതേ രൂപത്തിൽ ജീവിതത്തിൽ നടപ്പിലാക്കണമെന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും നടപ്പിലാക്കാൻ മനുഷ്യന് കഴിയില്ല. അവൻ്റെ സാഹചര്യം അനുകൂലമാകണമെന്നില്ല, ആരോഗ്യം അനുകൂലമാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ അവസ്ഥകൾക്കനുസരിച്ചുകൊണ്ട് ചില ഇളവുകൾ പോലും ഇത്തരം വിഷയത്തിൽ നൽകിയിട്ടുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാനും ദിവസം പള്ളിയിൽ വന്ന് ഖിയാമുൽ ലൈൽ നമസ്കരിച്ചു. ഓരോ ദിവസവും പള്ളിയിൽ ആളുകൾ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ധാരാളം ആളുകൾ പള്ളിയിൽ വന്ന് കാത്തിരുന്നു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വന്നില്ല. ആളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എന്തേ അന്ന് നിസ്കരിക്കാൻ വരാത്തത് എന്നുള്ള അന്വേഷണം ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി ഖശീതു അൻ തുഫ്റദ അലൈക്കും, നിങ്ങൾക്കിത് ഫർളാക്കപ്പെട്ടേക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ്. ആളുകളുടെ ആവേശവും താല്പര്യവുമെല്ലാം അത്തരത്തിലാണ്. ഫർളാക്കപ്പെട്ട് കഴിഞ്ഞാലുള്ള പ്രയാസം എന്താണ്? പലപ്പോഴും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പ്രവാചകൻ്റെ ഉമ്മത്തിന് കഴിയണം എന്നില്ല. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യത്തിൻ്റെ സമീപനം നമ്മൾ കാണുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലിന് ഏതെങ്കിലും വിഷയത്തിൽ ഖിയാർ ലഭിച്ചാൽ, ഏതെങ്കിലും വിഷയത്തിൽ പടച്ചവൻ്റെ ഭാഗത്തുനിന്ന് രണ്ടിലൊന്ന് തിരഞ്ഞെടുക്കാം എന്ന ഒരു നിർദ്ദേശം ലഭിച്ച കാര്യമുണ്ടായാൽ ഐസറഹുമാ, ആളുകൾക്ക് എളുപ്പമുള്ളത് ഏതാണോ അതാണ് പ്രവാചകൻ തിരഞ്ഞെടുക്കുക. ഉമ്മത്തിന് ലളിതമായത് ഏതാണോ അതാണ് തിരഞ്ഞെടുക്കുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച നിലപാട്. അതുകൊണ്ട് തന്നെ മതപരമായ പല വിഷയങ്ങളിലും പ്രവാചകൻ സ്വീകരിച്ചിട്ടുള്ള നിലപാട്, സ്വന്തം ജീവിതത്തിൽ ചില കാര്യങ്ങൾ പ്രവാചകൻ ചെയ്യുമ്പോൾ പോലും ഉമ്മത്തിനോട് പറയാറുള്ളത്, നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നില്ല, പ്രയാസപ്പെടേണ്ടതില്ല, സമൂഹത്തിന് സാധ്യമായത് ചെയ്താൽ മതി എന്ന് ഉപദേശിച്ച സംഭവങ്ങൾ പോലും
നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിൽ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് ചില നിയമങ്ങൾക്കൊക്കെ ഇളവ് നൽകി. ഇപ്പോൾ രോഗിയാണ്, കുളിക്കാനോ ഒളു ചെയ്യാനോ വെള്ളം ഉപയോഗിക്കാൻ പാടില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ അയാൾക്ക് തയമ്മം ചെയ്യാൻ ഇസ്ലാം അനുവദിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് സ്വഹാബി ചോദിച്ചു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എനിക്ക് അസുഖമുണ്ട്, അതുകൊണ്ട് നിന്ന് നമസ്കരിക്കാൻ പ്രയാസമാണ്. അദ്ദേഹത്തിന് ബാസൂറാണ്, മൂലക്കുരുവിൻ്റെ അസുഖമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുദ്ധിമുട്ടുള്ള ആൾ നിന്ന് നമസ്കരിക്കാൻ ബുദ്ധിമുട്ടുള്ളവനാണെങ്കിൽ ഇരുന്ന് നമസ്കരിക്കട്ടെ, ഇരിക്കാൻ കഴിയാത്തവനാണെങ്കിൽ കിടന്ന് നമസ്കരിച്ചോട്ടെ. അപ്പോൾ ആ മശക്കത്താണ് മനുഷ്യനുണ്ടാകുന്ന അത്തരം പ്രയാസങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഇളവുകൾ നൽകിയിട്ടുണ്ട്. യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പറഞ്ഞു, ഫമൻകാന മിൻകും, നിങ്ങളിൽ ആരെങ്കിലും മരീദൻ രോഗിയാണ്, ഔ അലാ സഫരിൻ, സഫറിലാണ് യാത്രയിലാണെങ്കിൽ എന്ത് ചെയ്യണം? നോമ്പെടുക്കാൻ കഴിയില്ല എങ്കിൽ ആ വ്യക്തി ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, മറ്റ് ദിനങ്ങളിൽ ആ നോമ്പെടുക്കട്ടെ. റമദാൻ അല്ലാത്ത കാലങ്ങളിൽ ആ നോമ്പ് ഖളാ വീട്ടാനാണ് നിർദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് യാത്രക്കാരൻ നിർബന്ധമായി നോമ്പെടുത്തേ മതിയാകൂ എന്ന് പറഞ്ഞാൽ ചില യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അത് സാഹസമായി തീരും, പ്രയാസമായി തീരും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രയിലൊക്കെ നോമ്പെടുത്ത ആളുകളുണ്ടായിരുന്നു, നോമ്പ് മുറിച്ച ആളുകളും ഉണ്ടായിരുന്നു. ആരും ആരെയും ആക്ഷേപിക്കാറുണ്ടായിരുന്നില്ല. ഓരോ വ്യക്തിക്കനുസരിച്ചായിരിക്കും അതിൻ്റെ മശക്കത്ത് വരുന്നത്. അപ്പോൾ ചില വിഷയങ്ങളിലൊക്കെ ഇസ്ലാം അങ്ങനെ ചില നിയമങ്ങൾ തന്നെ നൽകിയിട്ടുണ്ട്. പാലൂട്ടുന്ന സ്ത്രീകൾക്ക് കുട്ടിയുടെ സംരക്ഷണത്തിൻ്റെ പ്രയാസമാണെങ്കിൽ, ഗർഭിണികൾക്ക് പ്രയാസമാണെങ്കിൽ അവർക്ക് വ്രതം ഉപേക്ഷിക്കാൻ ഇസ്ലാം അനുവാദം കൊടുത്തു. പിന്നീട് അടുത്ത റമദാൻ ആകുന്നതിൻ്റെ മുമ്പ് വിശാലമായ സമയം കൊടുക്കുന്നത്. അടുത്ത റമദാൻ ആകുന്നതിൻ്റെ മുമ്പാണ് ഇത് ഖളാ വീട്ടി തീർക്കേണ്ടത്. എത്രയും നേരത്തെ ഖളാ വീട്ടുക എന്നതാണ് ഏറ്റവും ഉചിതമായത്. എന്നാൽ പോലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു നീണ്ട കാലാവധി കൊടുത്തിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, പലപ്പോഴും റമദാനിന് നഷ്ടപ്പെട്ട നോമ്പ് ഖളാ വീട്ടിൽ ശഅബാൻ മാസത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യമുള്ളതുകൊണ്ട് പലപ്പോഴും അത് ഉദ്ദേശിച്ച പോലെ ഖളാ വീട്ടാൻ കഴിയില്ല. പിന്നെ ശഅബാൻ ആകുമ്പോഴാണ് ഖളാ വീട്ടാറുണ്ടായിരുന്നത്. ആ വിശാലമായ സമയത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാഹസപ്പെടേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ പല നിയമങ്ങളിലും നമുക്ക് ഇളവുകൾ ഇസ്ലാം അനുവദിച്ചു എന്നത് നമ്മോട് ചെയ്തിട്ടുള്ള വലിയൊരു അനുഗ്രഹമായി നമ്മൾ മനസ്സിലാക്കണം. ഇത്തരം കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ട് അള്ളാഹ് തന്നെ ഖുർആനിൽ ഉദ്ധരിക്കുന്നത്, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പത്തെ ഉദ്ദേശിക്കുന്നു, നിങ്ങളെ പ്രയാസപ്പെടുത്താൻ, ഞെരുക്കമുണ്ടാക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ ഇളവുകൾ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഖുർആൻ മറ്റൊരിടത്ത് ഫത്തഖുല്ലാ മസ്തതഅതു എന്ന് പറയുന്നൊരു പദപ്രയോഗമുണ്ട്. അത് സൂറത്തു തഗാബുലിലാണ് അത് പറഞ്ഞത്. ആ ആയത്തിൻ്റെ മുമ്പ് പരാമർശിക്കുന്നത് ഇന്ന മിൻ അസ്വാജിക്കും വ ഔലാദിക്കും അദുവ്വല്ലക്കും, നിങ്ങളുടെ ഇണകളിലും സന്തതികളിലും നിങ്ങൾക്കുള്ള ശത്രുക്കളുണ്ട്. നിങ്ങളെ നന്മയിൽ നിന്ന് തടയുന്ന, തിന്മയ്ക്ക് പ്രേരിപ്പിക്കുന്ന ശത്രുക്കൾ നിങ്ങളുടെ ഇണകളിലും സന്താനങ്ങളിലുമുണ്ട്. അവർ നിങ്ങൾക്കൊരു പരീക്ഷണമാണ് എന്ന് പറഞ്ഞ ശേഷം അല്ലാഹ് പറയുന്നു, ഫത്തഖുല്ലാ മസ്തതഅതു, സാധ്യമാകുന്നത് പോലെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അപ്പോൾ കുടുംബജീവിതത്തിൽ, സാമ്പത്തികമായ മേഖലകളിൽ, അവിടെയെല്ലാം അള്ളാഹുവിനെ പരമാവധി സൂക്ഷിക്കുക, കൽപ്പിച്ച കാര്യങ്ങൾ പരമാവധി ചെയ്യുക എന്നതാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കാരണം കുടുംബത്തോടുള്ള സ്നേഹം, മക്കളോടുള്ള സ്നേഹം, ആ സ്നേഹത്തിൻ്റെ പേരിൽ ഹിജ്റ പോകാൻ തയ്യാറല്ലാതെ വിഷമിച്ച ചില ആളുകളൊക്കെ അക്കാലത്തുണ്ടായിരുന്നു. കുടുംബത്തെ വിട്ട് പോകാനും അവർക്ക് തോന്നുന്നില്ല. മക്കളും സമ്പത്തും ഏർപ്പാടൊക്കെ ഉപേക്ഷിച്ച് എല്ലാം കൈയൊഴിച്ചുകൊണ്ട് ഹിജ്റ പോകണം എന്നുള്ള നിർദ്ദേശം വരുമ്പോൾ അത് പാലിക്കാനുള്ള പ്രയാസങ്ങൾ ചിലർക്കുണ്ടാകുന്നു. അത്തരം സന്ദർഭങ്ങളിലാണ് ഈ ആയത്ത് അവതരിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ഖുർആൻ്റെ നിർദ്ദേശം വളരെ ശ്രദ്ധേയമാണ്. ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകരുത് എന്നും, നിങ്ങളെ കഴിവിൻ്റെ പരമാവധി സാധ്യമാകുന്നത്ര
അള്ളാഹുവിൻ്റെ നിയമങ്ങൾ നിങ്ങൾ നടപ്പിലാക്കണം എന്നതുമാണ്. ഈ വിഷയമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ ചർച്ച ചെയ്ത മറ്റൊരു കാര്യം സൂചിപ്പിച്ചു പോവുകയാണ്. വിരോധിച്ചതാണോ ജീവിതത്തിൽ പാലിക്കേണ്ടത്, പ്രാധാന്യം കൊടുക്കേണ്ടത്, കൽപ്പിച്ചതാണോ എന്നാണ്. രണ്ട് പക്ഷത്തും പണ്ഡിതന്മാരുണ്ട്. ആദ്യമായി ഉണ്ടായത് വിരോധനയാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വലാ തഖ്റബ ഹാദിഹി ഷജറ, ഈ വൃക്ഷത്തിലേക്ക് അടുത്തു വരരുത് എന്ന് കൽപ്പനയല്ല, വിരോധനയുണ്ടായത്. അതാണ് ഏറ്റവും പ്രാധാന്യമുള്ളതും പാലിക്കേണ്ടതും എന്നൊരു വിഭാഗം. സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചിട്ട് അത് ധിക്കരിച്ചതിൻ്റെ പേരിലാണ് അഹങ്കാരിയായ ഇബ്ലീസ് എക്കാലത്തേക്കും ശപിക്കപ്പെട്ടത്. അതുകൊണ്ട് കൽപ്പനയാണ് പാലിക്കേണ്ടത്, അത് പാലിക്കാതിരുന്നാൽ വലിയ അപകടമാണെന്ന്. ഇങ്ങനെ ഒരു വലിയ ചർച്ച പണ്ഡിതന്മാർക്കിടയിലുണ്ട്. പ്രവാചകൻ്റെ ഒരു വചനം നമ്മൾ കാണുന്നത് മാ തഖറബ അബ്ദി ഇലയ്യ ബിശൈഇൻ അഹബ്ബ മിമ്മഫ്തറൽതുഹു അലൈഹി. ഒരു അടിമക്ക് ഞാൻ നിർബന്ധമായും ഫർളായി കൽപ്പിച്ച കാര്യങ്ങൾ അത് ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യവുമില്ല. അപ്പം നിർബന്ധമായി നമ്മളോട് ചെയ്യാൻ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അത് കഴിഞ്ഞ് നിഷിദ്ധമാണെന്ന് പറഞ്ഞ കാര്യങ്ങൾ വർജിക്കുക എന്നതാണ്. ഇതിൻ്റെ പുറമെ ഏതൊക്കെയാണോ നമ്മളോട് ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ട സുന്നത്തുള്ളത് അതൊക്കെ നമ്മൾ ചെയ്യുക. അപ്പോൾ ഇത് ശഅബാൻ മാസമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പ്രദായം ശഅബാൻ മാസത്തിൽ ഏറ്റവും അധികം സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ചിരുന്ന മാസമാണ്. അത് ശഅബാൻ 15 എന്ന് പറയുന്ന ബറാത്ത് നോമ്പല്ല ഉദ്ദേശിക്കുന്നത്. ഈ മാസത്തിൽ ഏകദേശ ദിനവും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. വ്യക്തമായ ഹദീസ് നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ രീതിയിൽ കുറച്ച് ദിവസം സുന്നത്ത് നോമ്പ് എടുക്കും, കുറച്ച് ദിവസം സുന്നത്ത് നോമ്പ് ഒഴിവാക്കും. അതാണ് പ്രവാചകൻ്റെ സമ്പ്രദായം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, പ്രവാചകൻ്റെ സുന്നത്ത് നോമ്പ് കണ്ടാൽ തോന്നും ഇനി എന്നും നോമ്പായിരിക്കുന്നു, ഒഴിവാക്കിയത് കണ്ടാൽ തോന്നും ഇനിയിപ്പം ഞാൻ അടുത്ത നോമ്പെടുക്കില്ല. അങ്ങനെ ഇടക്ക് നോമ്പെടുത്തും ഇടക്ക് നോമ്പ് ഉപേക്ഷിക്കുകയും ചെയ്തുകൊണ്ടാണ് സുന്നത്ത് നോമ്പ് ആചരിച്ചിരുന്നത്. എന്നാൽ ശഅബാൻ മാസത്തിൽ മിക്കവാറും ദിവസങ്ങളിൽ പ്രവാചകന് നോമ്പായിരിക്കും. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പ്രദായം ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു മാസത്തിനും കൂടിയാണ് നമ്മളിപ്പോഴുള്ളത് നടത്തുന്നത്. അള്ളാഹുവിനോടൊരു മനുഷ്യൻ അടുക്കുന്നത് ഫർള് ചെയ്തുകൊണ്ടാണ്, നിഷിദ്ധ കാര്യങ്ങൾ വർജിച്ചുകൊണ്ടാണ്. പിന്നീട് പടച്ചവനോട് നമ്മൾ അടുക്കുന്നത് സുന്നത്തായ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടാണ്. അപ്പോൾ ഓരോരുത്തരുടെയും സാധ്യതകളും ചുറ്റുപാടുകളും അനുസരിച്ചുകൊണ്ട് സുന്നത്തായ കാര്യങ്ങൾ എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് അടുക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട നിലപാട്. തുടർന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇന്നമാ അഹ്ലകല്ലദീന മിൻ ഖബലികും കസ്റത്തു മസായിലിഹിം വഖ്തിലാഫുഹും അലാ അംബിയായിഹിം. നിങ്ങളുടെ പൂർവീകരായ സമൂഹങ്ങൾ, ഉദ്ദേശിക്കുന്ന യഹൂദന്മാർ, ക്രിസ്ത്യാനികൾ, അതുപോലുള്ള സമുദായങ്ങൾ, അവർ നശിക്കാനുള്ള ഒരു കാരണം കസ്റത്തു മസായിലിഹിം, ചോദ്യങ്ങളുടെ ആധിക്യമാണ്. വഖ്തിലാഫുഹും അലാ അംബിയായിഹിം, പ്രവാചകന്മാർ പറഞ്ഞതിന് എതിരഭിപ്രായങ്ങളും ചർച്ചകളുമൊക്കെയായി കഴിഞ്ഞതുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഖുത്ബ പറഞ്ഞു. ആ ഖുത്ബയിൽ പ്രവാചകൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഖദ് ഫറദല്ലാഹു അലൈക്കുമുൽ ഹജ്ജ ഫഹജ്ജു. ജനങ്ങളെ, അള്ളാഹു നിങ്ങൾക്ക് ഹജ്ജ് ഫർളാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഫഹജ്ജു, നിങ്ങൾ ഹജ്ജ് ചെയ്യുക. ഫഖാല റജുലുൻ അകുല്ല ആമിൻ യാ റസൂലല്ലാഹ്. അപ്പോൾ ഒരാൾ ചോദ്യം ഉന്നയിച്ചു, എല്ലാ വർഷവും ഇങ്ങനെ അള്ളാഹു ഞങ്ങൾക്ക് ഹജ്ജ് ഫർളാക്കിയിട്ടുണ്ടോ? ഫസക്കത്ത, പ്രവാചകൻ മൗനം പാലിച്ചു. ഹത്താ ഖാലഹ സലാസൻ, ചോദ്യകർത്താവ് മതിയാക്കിയില്ല, വീണ്ടും ചോദിച്ചു, 3 തവണ ചോദിച്ചു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ ഖുൽതു നഅം ലവജബത് വലമസ്തതഅതു. ഞാൻ നഅം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് നിർബന്ധമായി തീരും, നിങ്ങൾക്കതിട്ട് സാധിക്കുകയും ഇല്ല. സുമ്മ ഖാല, എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ദറൂനി മാ തറക്തുക്കും, നിങ്ങൾക്ക് ഞാൻ വിട്ടേച്ചത് നിങ്ങൾ എന്നെ വിട്ടേക്കുക. ഫഇന്നമാ ഹലക മൻ കാന ഖബ്ലകും ബിസുആലിഹിം വഖ്തിലാഫിഹിം അലാ അംബിയായിഹിം. പൂർവീകർ നശിച്ചത് ചോദ്യങ്ങളും പ്രവാചകന്മാരുടെ വാക്കുകൾക്കെതിര് പറയുകയും ചെയ്തതുകൊണ്ടാണ്, ഭിന്നിച്ചതുകൊണ്ടാണ്.
ഫൈദാ അമർത്തുക്കും ബിഷൈഇൻ ഫൗതു മിൻഹു മസ്തതഅതു, നിങ്ങളോട് ഞാൻ കൽപ്പിച്ചത് കഴിയുന്നത്ര നിങ്ങൾ ചെയ്യുക. വൈദാ നഹൈതുക്കും അൻ ഷൈഇൻ ഫദഊഹു, നിങ്ങളോട് വിരോധിച്ച് നിങ്ങൾ വർജിക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് ഉപദേശിച്ചിട്ടുണ്ട്. ഇതൊരു സന്ദർഭത്തിൽ പറഞ്ഞ വാക്കും കൂടിയാണ്. അവ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുക. ഇപ്പോൾ ഇയാൾ ഹജ്ജിനെക്കുറിച്ച് ചോദിച്ചു. വേറെ ചില സന്ദർഭങ്ങളിൽ ചില ആളുകൾ എൻ്റെ വാപ്പ ആരാന്നാണ് ചോദിച്ചത്. അങ്ങനെ ചോദിക്കുമ്പോൾ ഒറിജിനൽ അല്ലാത്ത വാപ്പാൻ്റെ പേര് റസൂലുള്ളാഹി പറയേണ്ടി വരും, യഥാർത്ഥ വാപ്പ ആരാന്ന് പറയേണ്ടി വരും. അപ്പോൾ ആളുകൾക്കിടയിൽ അയാളെപ്പറ്റി മോശം അഭിപ്രായം വരും. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ആളുകളിൽ നിന്നുണ്ടായിരുന്നു. മുനാഫിക്കുകൾ പരിഹാസത്തോടെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു. ഇത്തരത്തിൽ ആവശ്യമില്ലാത്ത, ജീവിതത്തിൽ ഉപകാരമില്ലാത്ത ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിനെ ഖുർആൻ തന്നെ വിരോധിച്ചു. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തസ്അലൂ അൻ അശ്യാ, വിശ്വാസികളെ ചില കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കരുത്. ഇൻ തുബ്ദലക്കും തസൂക്കും, കാര്യം വ്യക്തമാക്കപ്പെട്ടാൽ നിങ്ങൾക്ക് തന്നെയാണത് മോശമായി തീരുന്നത്. അതുകൊണ്ട് അത്തരം വിഷയങ്ങളെപ്പറ്റി നിങ്ങൾ ചോദിക്കേണ്ടതില്ല. അപ്പോൾ ആ ചോദിക്കുന്നതിന് ചില മര്യാദകൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ആവശ്യമുള്ളതായിരിക്കണം ചോദിക്കുന്നത്. ഒരാവശ്യവുമില്ലാത്ത വിഷയങ്ങൾ ചോദിച്ചിട്ട് അത് സമൂഹത്തിൽ ചർച്ചയാക്കിയെടുക്കുക, അതൊരു നല്ല സമീപനമല്ല. ചോദിക്കുന്നത് എന്തിനാവണം? ആ കാര്യം അറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും ഉൾക്കൊള്ളാനുമാകണം. അതിനൊന്നുമല്ല ചോദിക്കുന്നത്, ചോദ്യം ചോദിക്കാൻ വേണ്ടി ചോദിക്കുക. അതേ പ്രകാരം തന്നെ പറയുന്ന ആളെ ഉത്തരം മുട്ടിക്കാൻ വേണ്ടി ചോദിക്കുക. നല്ല ഉദ്ദേശത്തിലല്ല, സത്യം മനസ്സിലാക്കണമെന്നോ കാര്യങ്ങൾ അറിയണമെന്നുള്ള ഉദ്ദേശശുദ്ധിയല്ല ഉള്ളത്. എന്തെങ്കിലും ചോദ്യം ചോദിച്ചിട്ട് ഇയാളെ ഒന്ന് കൊടുക്കണം എന്ന ഒരു ദുരുദ്ദേശത്തിലുള്ള ചോദ്യം ചോദിക്കുന്ന രീതി. അതേപോലെ തന്നെ ഗൈബിയായ കാര്യങ്ങളെപ്പറ്റി ചോദിക്കുക. ഇപ്പോൾ പരലോകത്തെ സംബന്ധിച്ച് അള്ളാഹുവും റസൂലും പറഞ്ഞു തന്നതേ നമുക്കറിയുള്ളൂ. അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവും റസൂലും വിശദീകരിച്ചതേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളുടെ വിവരണം ചോദിക്കുക. അപ്പം അങ്ങനെ ജീവിതത്തിൽ ചെയ്യേണ്ട ഉപകാരമുള്ള കർമ്മജീവിതത്തിലേക്ക് പകർത്താൻ പറ്റുന്ന കാര്യങ്ങൾ ചോദിക്കുക വേണ്ടത്. അതൊന്നുമല്ലാതെ ഇത്തരം വിഷയങ്ങൾ ചോദിക്കുന്നൊരു സ്വഭാവം റസൂലിൻ്റെ കാലത്ത് ചോദിച്ചിരുന്നല്ലോ. റൂഹ് എന്താണ്? മുശ്രിക്കുകൾ ചോദിച്ചിരുന്നൊരു കാര്യം ഇതാണ്, എന്താ റൂഹ് എന്ന് പറഞ്ഞാൽ. ഇങ്ങനെയുള്ള പല വിഷയങ്ങളൊക്കെ അവർ ചോദിച്ചിരുന്നു. നമ്മൾ ഖുർആൻ പരിശോധിച്ച് നോക്കിയാൽ യസ്അലൂനക എന്ന പ്രയോഗം ഖുർആനിൽ കാണാം. നബിയെ താങ്കൾ അവരോട് ചോദിക്കുന്നു. 12 തവണയാണത് വന്നിട്ടുള്ളത്. പ്രവാചകൻ്റെ സമൂഹത്തിൽ നിന്ന് വന്ന ചോദ്യങ്ങൾ ഖുർആനിലൂടെ പരാമർശിച്ചുകൊണ്ട് നമുക്ക് പരിചയപ്പെടുത്തുന്ന 12 തവണയാണ്. ഒന്ന്, അവർ ചോദിച്ചത് ഖംറാണ്, മദ്യത്തെ സംബന്ധിച്ചാണ്, അതിൻ്റെ വിധി എന്താണ് എന്നറിയാൻ വേണ്ടിയാണ്. മറ്റൊന്ന് മാസപ്പിറവിയെ സംബന്ധിച്ച് ചോദിച്ച കാണാം, യതീമുകളെപ്പറ്റി ചോദിച്ച കാണാം. ഇതെല്ലാം ജനങ്ങൾ അറിയേണ്ട, മനസ്സിലാക്കേണ്ട, ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട വിഷയങ്ങളെപ്പറ്റിയുള്ള ചോദ്യങ്ങളാണെന്നർത്ഥം. അതാണ് അവരൊക്കെ ചോദിച്ചിരുന്നത്. അതല്ലാതെ ഒരു ഉപകാരവുമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിൻ്റെ അടുക്കൽ വന്നിട്ട് ഒരാൾ ചോദിച്ചു, അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ എന്നുണ്ടല്ലോ ഖുർആനിൽ. റഹ്മാനായ പരമകാരുണ്യവാനായ അള്ളാഹു അർഷിൽ ആരോഹണം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ആരോഹണം? അതറിയാനാണ് ഇയാൾ വന്ന് ചോദിച്ചത്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അതിന് പറഞ്ഞ മറുപടി, അൽ ഇസ്തിവാഉ മഅലൂമുൻ. ഇസ്തിവ എന്ന് പറഞ്ഞ വാക്ക് എല്ലാവർക്കും അറിയാം. ആരോഹണം എന്നാണ് അതിൻ്റെ മലയാളാർത്ഥം. അറബിയിൽ ഇസ്തിവ എന്നാണ് അറബികൾക്കൊക്കെ അറിയാം. വൽ കൈഫിയത്തു മജ്ഹൂലുൻ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെയായിരിക്കും എന്നുള്ളത് ആർക്കും അറിയാത്ത സംഗതിയാണ്. നമ്മുടെ ചിന്തക്കും ബുദ്ധിക്കും അറിവിനും അപ്പുറമാണ് പടച്ചവനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും. നമുക്കത് കണ്ടെത്താൻ കഴിയില്ല. ദുനിയാവിലുള്ള വിഷയം തന്നെ നമുക്കറിയില്ല പല കാര്യങ്ങളും. പടച്ചവനെക്കുറിച്ച് നമുക്കറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, വസ്സുആലു അൻഹു ബിദ്അത്തുൻ. അവയെപ്പറ്റി ചോദിക്കുന്നത് പോലും ബിദ്അത്താണ്, കുറ്റകരമായ ചോദ്യമാണത്. അപ്പോൾ ചോദിക്കുകയും അറിയുകയും ചെയ്യേണ്ട വിഷയങ്ങളെപ്പറ്റി ചോദിക്കുക, അതൊന്നും അല്ലാത്ത ഇത്തരം വിഷയങ്ങളെപ്പറ്റി ചോദിക്കേണ്ടതില്ല എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കണം, പഠിക്കണം. ഖുർആൻ തന്നെ പറഞ്ഞു, ഫസ്സലു അഹ്ല ദിക്ർ.
വിവരമുള്ളവരോട് നിങ്ങൾ ചോദിച്ച് പഠിക്കണം, മനസ്സിലാക്കണം. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ചോദിക്കാൻ ഇസ്ലാം അനുവദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം അത് നമ്മൾ ചോദിക്കുകയും അറിയുകയും ചെയ്യേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊരിക്കൽ സഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, ഞങ്ങൾ യാത്രയിലാണ്, അപ്പോൾ ഞങ്ങൾക്കൊരു മൃഗത്തെ കിട്ടി, പക്ഷെ കത്തിയില്ല കയ്യിൽ, ഞങ്ങൾ എങ്ങനെ അറക്കും? അഫൻ അദ്ബഹു ബിൽ കസുബി, നല്ല മൂർച്ചുള്ള മുള ഞങ്ങളുടെ കയ്യിലുണ്ട്, അതിനുകൊണ്ട് അറക്കാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പറഞ്ഞ മറുപടി, മാ അൻഹറദ്ദമ വദുക്കറ റസ്മുല്ലാ ഫക്കുൽ, രക്തം ഒഴുക്കാൻ പറ്റുന്ന ആയുധം, അതിനി കല്ലായാലും കത്തിയായാലും എന്താണെങ്കിലും അള്ളാഹുവിൻ്റെ നാമം പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഭക്ഷിക്കാം. ലൈസ സിന്ന വല്ലഫർ, പല്ല് പറ്റൂല, പല്ലുകൊണ്ട് കടിച്ച് മുറിച്ചാൽ പറ്റില്ല. പക്ഷികളൊക്കെ ആണെങ്കിൽ കഴുത്ത് കടിച്ച് മുറിക്കാമല്ലോ, അത് പറ്റില്ല. നഖവും പറ്റില്ല. വേറെ ഏത് തരം ആയുധങ്ങളായാലും കുഴപ്പമില്ല, ആയുധത്തിന് മൂർച്ച ഉണ്ടാവണം, അത് കഴുത്ത് മുറിയണം, രക്തം ഒഴുകണം. അത് സ്വാഭാവികമായിട്ട് യാത്രയിലൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റിയുള്ള ചോദ്യമാണ്. അപ്പോഴാണ് ആ മറുപടി പറഞ്ഞത്. സമുദ്രത്തിൽ ഞങ്ങൾ യാത്ര ചെയ്യുന്നു, ഞങ്ങളുടെ കയ്യിലുള്ള ശുദ്ധവെള്ളം കുടിക്കാൻ എടുക്കണം, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒളു ഉണ്ടാക്കും കൂടി ചെയ്താൽ ഞങ്ങൾക്ക് പിന്നെ കുടിക്കാൻ വെള്ളം ഉണ്ടാവില്ലല്ലോ, അപ്പം എന്താ ചെയ്യുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അത്തഹൂറു മാഉഹു വൽഹല്ലു മൈതതുഹു, കടലിലെ വെള്ളം ശുദ്ധിയാക്കാൻ പറ്റുന്ന വെള്ളമാണ്, ഉപ്പ് വെള്ളമാണ്, പക്ഷേ ശുദ്ധിയാക്കാം. മാത്രവുമല്ല അതിലുള്ള ശവം, അതിൽ നിന്ന് കിട്ടുന്ന മത്സ്യം, അതിനൊന്നും അറക്കേണ്ട ആവശ്യമില്ല, അത് നിങ്ങൾക്ക് അറക്കാതെ തിന്നും ചെയ്യാം. ചോദിച്ചതിൻ്റെ അപ്പുറം ഒരു വിശദീകരണം കൂടി പ്രവാചകൻ നൽകി. അങ്ങനെ ആ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ചോദിക്കുന്നുണ്ട്, അതിന് പ്രവാചകൻ വിശദീകരണം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ദജ്ജാലിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. ദജ്ജാൽ വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥകളെ, പ്രകൃതിയിൽ മാറ്റം വരും ദജ്ജാൽ വരുന്ന ഘട്ടത്തിൽ. ലോകത്തിൻ്റെ അവസാന ഘട്ടത്തിലാണോ ദജ്ജാൽ വരുന്നത്? ദജ്ജാൽ വരുന്നതോടുകൂടെ ലോകത്തിന് ഭൂമിയിൽ മാറ്റം വരുന്നുണ്ട്. രണ്ടാമത്തെ ഘട്ടം സൂര്യോദയത്തോടുകൂടെ ആകാശലോകത്തിന് ഈ മാറ്റം വന്നു. ആ ദജ്ജാൽ വരുമ്പോഴുള്ള മാറ്റത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞത്, അവൻ വന്നു കഴിഞ്ഞാൽ ഒരു ദിനത്തിന് ഒരു കൊല്ലത്തെ ദൈർഘ്യം ഉണ്ടാവും, അടുത്ത ദിനത്തിന് ഒരാഴ്ചത്തുണ്ടാവും, പിന്നെ സാധാരണത്തെ പോലെ ഓരോ ദിവസങ്ങളായിരിക്കും. അപ്പോൾ പറഞ്ഞതിന് ചില ആളുകൾ പറയാറുണ്ട്, അങ്ങനത്തെ ഒരു മാനസിക അനുഭവം ആളുകൾക്കുണ്ടാകുമെന്നായിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷെ അതല്ല. കാരണം സ്വഹാബത്ത് അപ്പോൾ ചോദിക്കുകയാണ്, അങ്ങനെ ആകുമ്പോൾ റസൂലെ, അന്ന് ഈ ആൾക്കാർ നമസ്കരിക്കണമല്ലോ, ഒരു കൊല്ലത്തെ ദൈർഘ്യമുള്ള ഒരു ദിവസമാകുമ്പോൾ അന്ന് ഈ 5 വക്ത് എങ്ങനെ നിസ്കരിക്കാം? സ്വാഭാവികമായി ഉണ്ടായൊരു സംശയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞു, ഒഖ്ദുറു ലഹു ഖദ്റഹു, നിങ്ങൾ 5 വക്ത് നമസ്കാരത്തിൻ്റെ സമയം കണക്കാക്കുക. കലണ്ടർ ഉണ്ടാവുമല്ലോ, 365 ദിവസം നിസ്കാരത്തിൻ്റെ കലണ്ടർ നോക്കിയിട്ട് നിസ്കരിച്ചാൽ മതി എന്നർത്ഥം. അപ്പോൾ ഈ ഒരു വർഷത്തെ ദൈർഘ്യമുള്ള ഒരു ദിനത്തിന് ഒരു ദിനത്തെ നമസ്കാരമല്ല, ഒരു വർഷത്തെ നമസ്കാരം നിർവഹിക്കണം എന്നാണ് പ്രവാചകൻ അതിന് പറഞ്ഞിട്ടുള്ള മറുപടി. അപ്പോൾ അങ്ങനെ ആവശ്യമാകുന്നതും സംഭവിക്കാൻ സാധ്യതയുള്ളതും ജീവിതത്തിൽ പകർത്തേണ്ടി വരുന്നതുമായ വിഷയങ്ങളെ പറ്റിയൊക്കെ ചോദിക്കുക, അറിയുക, അത് ആവശ്യമാണ്. സാങ്കല്പികമായും അസംഭവ്യവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളും ചർച്ചകളും സമൂഹത്തിലുണ്ടാക്കുന്ന ചോദ്യോത്തരങ്ങൾ അതൊരു മാന്യമായതല്ല, ഇസ്ലാമിക സംസ്കാരവുമായി പൊരുത്തപ്പെടുന്നതല്ല എന്നാണ് പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല ആ ഒരു സംസ്കാരം കൊണ്ടാണ് യഹൂദ സമൂഹത്തിന് നാശമുണ്ടായത് എന്നാണ്. യഹൂദന്മാരോട് അല്ലാഹു പറഞ്ഞു, നിങ്ങളൊരു മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ നിർദ്ദേശം കിട്ടി, അള്ളാഹു അമറക്കും മന്തത് ബഹുബക്കറ, ഒരു പശുവിനെ അറക്കണം, ബലി അറക്കണം എന്ന് അള്ളാഹിൻ്റെ കൽപ്പനയുണ്ട്. ചോദ്യങ്ങളോട് ചോദ്യം, ആ പശുവിൻ്റെ വയസ്സെത്രയാണ്, അതിൻ്റെ നിറം എത്രയാണ്, അതിൻ്റെ കോലെന്താണ്? അവസാനം ഒമാ ഖാദു യഫ്അലൂൻ, അവർക്ക് അങ്ങനെ ആ ഷർത്തൊക്കെ കൂടി ചോദിച്ചുണ്ടാക്കിയ ഷർത്ത് അനുസരിച്ച് നോക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു പശുവിനെ നാട്ടിൽ കിട്ടാത്ത അവസ്ഥ വന്നു. ചോദിച്ച് ഉണ്ടാക്കിയ നിബന്ധനകളാണ്, ആ ഷർത്തെല്ലാം പാലിക്കുന്ന ഒരു പശുവിനെ രാജ്യത്ത് കിട്ടാത്ത അവസ്ഥ പോലും വന്നുപോയി, അത്രയും പ്രയാസപ്പെടേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ആ സമൂഹത്തെ നശിപ്പിച്ചത്. നിങ്ങളതാവരുത് എന്ന് നമ്മൾ ഉപദേശിക്കുന്നു. മറ്റൊന്ന് ഇഖ്തിലാഫുഹും അലാ അംബിയായിഹിം, നബിമാർ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ എതിരഭിപ്രായങ്ങൾ പറയുകയും ഭിന്നിക്കുകയും ചെയ്യുക, തർക്കവിതർക്കങ്ങൾ നടത്തുക,
എന്നിട്ട് എതിര് പറയുക. ആ രീതിയിലുള്ള സമീപനം അവർ സ്വീകരിച്ചതുകൊണ്ട് അവർക്ക് നാശമുണ്ടായി. അപ്പോൾ നമ്മളൊരു മുസ്ലിങ്ങൾ സ്വീകരിക്കേണ്ട വളരെ കൃത്യമായൊരു മാനദണ്ഡം അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മൾ ഇവിടെ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടുകൾ വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ്റെ ചര്യകളിലുമുള്ള കാര്യങ്ങൾ പഠിക്കുക. അതിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്നതെല്ലാം നമ്മൾ പകർത്തുക. സാധ്യമായിടത്തോളം നന്മകളൊക്കെ ചെയ്യുക. പോരാത്തതിന് വീഴ്ചകൾ വന്നു പോകുന്നതിന് പടച്ചവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ആ ഒരു നിലപാടാണ് ഉണ്ടാകേണ്ടത്. വർജിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ കറാഹത്താണെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ കഴിയുന്നിടത്തോളം വർജിക്കുക. ഹറാമുകൾ പൂർണ്ണമായി നമ്മൾ ഉപേക്ഷിക്കുകയും അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക. അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുക. ഓരോ കാലഘട്ടങ്ങളിലും സംഭവിക്കുന്ന പുതിയ കാര്യങ്ങളുണ്ടാകും. ആ കാര്യങ്ങളെ സംബന്ധിച്ച് അതാത് കാലത്തുള്ള പണ്ഡിതന്മാർ സൂക്ഷ്മമായി പടച്ചവൻ്റെ നിയമം അറിയണമെന്ന നല്ല ഇഖ്ലാസോടുകൂടെ ഗവേഷണം നടത്തുകയും ആ വിഷയത്തിൽ ആളുകൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്യുക. ഈ ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് സാഹോദര്യത്തോടുകൂടെ പരസ്പര സഹകരണത്തോടുകൂടി ആയിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. അള്ളാഹുവും റസൂലും കൽപ്പിച്ചെടുത്ത് നമ്മൾ നിൽക്കുകയാണെങ്കിൽ ആ ഒരു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചിന്തിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുകയാണെങ്കിൽ, അനാവശ്യമായ വിവാദങ്ങളും വേണ്ടാത്ത തർക്കവിതർക്കങ്ങളും ഉപേക്ഷിക്കുകയാണെങ്കിൽ മുസ്ലിങ്ങൾക്ക് സഹോദരങ്ങളായി മുന്നോട്ട് പോകാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു മുന്നോട്ടുള്ള ഗമനമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇതിൻ്റെ അവസാനമായി നമ്മോട് സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിൻ്റെ മാർഗദർശനങ്ങൾ കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ പാലിക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. കഴിയുന്നിടത്തോളം അള്ളാഹുവിൻ്റെ തൃപ്തി കൈവരിച്ച സ്വാലിഹീങ്ങളായി തീരാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുന്യാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.